أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. സഹോദരനീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ ഉതകുന്ന കർമ്മങ്ങൾ കൊണ്ട് ജീവിതം സജീവമാക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പള്ളിയുടെ സ്ഥാനവും അവൻ്റെ ഇഹപര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ നടത്തുന്ന ഇടപെടലുകളും പള്ളികളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നന്മകളും ഒക്കെ നാം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഓരോ വിശ്വാസിയും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നത് മുതൽ ആ പള്ളിയിൽ എത്തിയതിന് ശേഷം അവൻ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചും നാം സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു, നാം മുൻപ് തുടങ്ങി പകുതിയിൽ നിർത്തിവെച്ച നമസ്കാരത്തെക്കുറിച്ചുള്ള പഠനത്തെ സംബന്ധിച്ച വിഷയത്തിൻ്റെ തുടർച്ചയായിരിക്കും തുടർ ഖുത്ബകളിൽ എന്ന്. ഈ വിഷയകമായി നമ്മൾ അവസാനത്തെ ഖുത്ബ നടത്തുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത്. അതിൽ ഖിയാമിൻ്റെ, നിന്ന് നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യവും എങ്ങനെയാണ് കൈ കെട്ടേണ്ടത് എന്നും എവിടെയാണ് കൈ വെക്കേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പണ്ഡിതന്മാരുടെ അഭിപ്രായവും എല്ലാം സ്വരൂപിച്ചുകൊണ്ടാണ് നാം ആ വിഷയം പ്രതിപാദിച്ചിട്ടുള്ളത്. തക്ബീറത്തുൽ ഇഹ്റാമിലാണ് നാം ഇപ്പോഴുള്ളത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമസ്കാരത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എവിടേക്കാണ് നോക്കേണ്ടത്? എല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങളാണ്, പക്ഷേ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എവിടെ നിൽക്കുന്നു എന്നതുകൂടി ചേർത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വിഷയം സൂചിപ്പിക്കുന്നത്. നമസ്കാരത്തിൽ നമുക്കറിയാം, നമ്മൾ നോക്കേണ്ടുന്നത് സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ്. നമ്മുടെ നെറ്റി പതിക്കുന്ന ആ സുജൂദിൻ്റെ സ്ഥലം ഏതാണോ അവിടേക്കാണ് നമസ്കാരത്തിൽ ഒരു മനുഷ്യൻ നോക്കി നിൽക്കേണ്ടുന്നത്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സ്വല്ല റഫഅ ബസറഹു ഇലസ്സമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ കണ്ണുകളെ ആകാശത്തേക്ക് ഉയർത്തുമായിരുന്നു. റഫഅ ബസറഹു ഇലസ്സമ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ നോട്ടത്തെ, കാഴ്ചയെ, കണ്ണിനെ ആകാശത്തേക്ക് ഉയർത്തിയിരുന്നു. ആകാശത്തേക്ക് നോക്കിയായിരുന്നു നബി നമസ്കരിച്ചിരുന്നത്. എന്നാൽ ഫനസലത്ത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 2-ാമത്തെ വചനം അവതീർണമാകുന്നത്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തി ഉള്ളവരാണ് എന്ന് വിജയിച്ച വിശ്വാസികളെ പരിചയപ്പെടുത്തുന്ന ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടുടനെ അവരുടെ സ്വഭാവ മഹിമയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്താണ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തി ഉള്ളവരാണ് എന്ന്. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഫതഅറസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ തല താഴ്ത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ നമസ്കാരങ്ങളിലെല്ലാം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയിട്ടുള്ളത് സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ്. മാത്രമല്ല ആകാശത്തേക്ക് നോക്കുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് വേണം നമ്മൾ നമസ്കരിക്കാൻ. ഒപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടുന്നത് അനാവശ്യമായി സൈഡുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തുകയും പ്രവാചകൻ അത് ചെയ്യരുത്, അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യഅ്മുറുക്കും ബിസ്സലാത്തി ഫഇദാ സ്വല്ലൈതും ഫലാ തൽതഫിതു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. ഫഇദാ സ്വല്ലൈതും, നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ ഫലാ തൽതഫിതു, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നമസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. കാരണം ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖത്തെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ അടിമയുടെ മുഖവുമായി ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് റബ്ബ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ഏതുവരെ? മാലം യൽതഫിത്, അവൻ തിരിഞ്ഞു നോക്കാത്തിടത്തോളം കാലം റബ്ബിൻ്റെ നോട്ടം ലഭിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ആഗ്രഹമാണത്, അള്ളാഹുവിൻ്റെ നോട്ടം ലഭിക്കുക എന്നുള്ളത്. എന്നാൽ നമസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനെ റബ്ബ് അവൻ്റെ മുഖവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ്, അവനിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എപ്പോൾ അവൻ നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നുവോ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നും അവൻ്റെ ദൃഷ്ടിയെ തിരിച്ചു കളയും എന്ന് അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസിൻ വനഹാനി അൻ സലാസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. വനഹാനി അൻ സലാസിൻ, 3 കാര്യങ്ങൾ എന്നോട് വിരോധിക്കുകയും ചെയ്തു. 3 കാര്യങ്ങൾ കൽപ്പിക്കുകയും 3 കാര്യങ്ങൾ പ്രവാചകൻ എന്നോട് വിരോധിക്കുകയും ചെയ്തു. കൽപ്പിച്ച കാര്യങ്ങൾ അമറനി ബിറകഅത്തൈ അദ്ദുഹാ കുല്ല യൗമിൻ, കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, എല്ലാ ദിവസവും 2 റക്അത്ത് ളുഹ നമസ്കരിക്കണം ട്ടോ, എല്ലാ ദിവസവും 2 റക്അത്ത് ളുഹ നമസ്കരിക്കണം ട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകന്റെ ഈ കൽപ്പന കേട്ടതിന് ശേഷം ഈ പറയപ്പെട്ട കൽപ്പനകൾ ഒന്നും തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടേ ഇല്ല. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന കേൾക്കുന്ന സ്വഹാബി അതിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുക. പ്രവാചകന്റെ കൽപ്പനക്ക് അവർ നൽകിയിരുന്ന വാല്യൂ അത്രയാണ്. നമ്മൾ എത്രയാണ് നൽകുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. കൽപ്പനകളിൽ ഒന്ന് ളുഹ നമസ്കാരം 2 റക്അത്തെങ്കിലും എല്ലാ ദിവസവും നമസ്കരിക്കണം. രണ്ടാമത്തെ കൽപ്പന വൽ വിത്ര ഖബ്ല നൗം, ഉറങ്ങുന്നതിന് മുൻപ് വിത്ർ നമസ്കരിച്ചിട്ട് ഉറങ്ങണേ, ഒരു 3 റക്അത്തെങ്കിലും.
ഒറ്റയാക്കി നമസ്കരിച്ചിട്ട് വേണേ കിടന്നുറങ്ങാൻ, വിത്ർ നമസ്കരിച്ചിട്ട് ഉറങ്ങണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. വസിയാമു സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹ്രിൻ, മൂന്നാമത്തെ കൽപ്പന ഇതായിരുന്നു, മാസത്തിൽ 3 ദിവസങ്ങളെങ്കിലും നോമ്പ് നോൽക്കണേ. സുന്നത്തായ നോമ്പുകളെ കുറിച്ചാണ്. തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നോമ്പ് നോൽക്കാം. അല്ലെങ്കിൽ അയ്യാമുൽ ബീളുണ്ട്, അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിൽ തുടർച്ചയായി നോമ്പ് നോൽക്കാം. അയ്യാമുൽ ബീൾ സുന്നത്തായ നോമ്പാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ 3 ദിവസങ്ങളിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമായി 3 ദിവസങ്ങളെങ്കിലും നോമ്പ് നോൽക്കണേ. അങ്ങനെ നോമ്പ് നോറ്റാലുള്ള ഗുണം എന്താണെന്നറിയോ? 3 ദിവസം ഒരു മാസത്തിൽ നോമ്പ് നോൽക്കുന്നവന് വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് തുല്യമാണ്. ഒരു നോമ്പ് നോറ്റാൽ 30 പ്രതിഫലം, ഏറ്റവും ചുരുങ്ങിയത് ലഭിക്കുക. ഒരു മാസത്തിൽ 3 നോമ്പ് നോൽക്കുമ്പോൾ 30 പ്രതിഫലമാണ് കിട്ടുക. എല്ലാ വർഷവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വർഷത്തിലെ 12 മാസത്തിലും ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് അർഹമായ പ്രതിഫലമാണ് ലഭിക്കുക എന്ന് നമ്മളതിനെ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ എന്നോട് വിരോധിച്ച 3 കാര്യങ്ങൾ, വനഹാനി അൻ നഖറത്തിൻ കനഖറത്തിദ്ദീഖ്, നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ എന്നോട് വിരോധിച്ച ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നഖറത്തിൻ കനഖറത്തിദ്ദീഖ്, കോഴി കൊത്തുന്നത് പോലെ നീ കൊത്താൻ പാടില്ല എന്നാണ്. കോഴി കൊത്തുന്നത് പോലെ നമസ്കരിക്കുക. ചില ആളുകൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതും സലാം വീട്ടിയതും അറിയാനേ കഴിയില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അത് 0.2 പിന്നെ 5 അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയൊക്കെ സ്ലോയിൽ കണ്ടാൽ പോലും ഇതെന്താ നടന്നത് എന്ന് മനസ്സിലാവും. അത്ര വേഗത്തിലായിരിക്കും കോഴി ഇരയെ കൊത്തി എടുത്തു പോകുന്ന ആ വേഗത്തിൽ. അപ്പം നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ, നമസ്കാരത്തിൻ്റെ ആത്മാവായ ഭയഭക്തി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് നൽകിയത്. കോഴി കൊത്തുന്നത് പോലെ നമസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നായ ഇരിക്കുന്നത് പോലെ സുജൂദിൽ ഇരിക്കാൻ പാടില്ല. നായ കൈകൾ ഇങ്ങനെ പരത്തി, ഇൻഷാ അല്ലാഹ് സുജൂദിൻ്റെ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ രൂപം പറയുമ്പോൾ ഇതവിടെ വീണ്ടും ആവർത്തിക്കും. നായ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന്. മൂന്നാമത്തേതായി പറഞ്ഞത് വൽതിഫാത്തിൻ കൽതിഫാത്തിസ്തഅലബ്, കുറുക്കൻ കണ്ണ് വെട്ടിക്കുന്നത് പോലെ, കുറുക്കൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല. കുറുക്കൻ തല വെട്ടിക്കൂല, ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ചുറ്റുപാടുള്ളത് മൊത്തം കാണും. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്, കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൊട്ടിലാണ്. ആള് ചത്തിട്ടുണ്ട് പക്ഷെ കണ്ണെപ്പോഴും. അതേപോലെ ആള് നമസ്കരിക്കുന്നുണ്ട് പക്ഷെ കണ്ണ് മറ്റു പലരുടെയും നമസ്കാരത്തിലോ മറ്റു പലരുടെയും വരവിലോ പോക്കിലോ പള്ളിയിലുള്ള മറ്റു സ്ഥലങ്ങളിലോ എവിടെയൊക്കെയാണ്. അതിന് തല തിരിക്കണം എന്നൊന്നുമില്ല, കണ്ണിങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും. കണ്ണ് വല്ലാത്ത രൂപത്തിൽ എല്ലാ സൈഡും കാണുന്ന രൂപത്തിൽ അങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ് ഇത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് നമസ്കാരത്തിൽ നിന്നു കഴിഞ്ഞാൽ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ഭയഭക്തി നിലനിർത്തുന്നതിനാവശ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് അതുവരെയും ആകാശത്തേക്ക് നോക്കിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുശൂഇൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നേരെ തല താഴ്ത്തി സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നത്. ഖുശൂ എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ ആത്മാവാണ്, റൂഹാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഖുശൂ ഇല്ലാത്ത നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒന്നും നമ്മുടെ മുന്നിൽ ഉണ്ടാവാൻ പാടില്ല. നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന, നമ്മൾ വിരിച്ച് നമസ്കരിക്കുന്ന മുസല്ലയിലോ നമ്മൾ നേരെ നോക്കി നിൽക്കുന്ന നമ്മുടെ മുന്നിലോ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അതുകൊണ്ടാണ് പലപ്പോഴും പല ജേഴ്സികളും എഴുത്തുകളും ഒക്കെയുള്ള വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികൾ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ മാറ്റാൻ അത് മതി, അവരുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ പോകും. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടാവും. ഞാൻ തന്നെ ആദ്യം പറഞ്ഞു വെച്ചല്ലോ, സുജൂദിൻ്റെ സ്ഥലത്താണ് നോക്കേണ്ടത് എന്ന്. പിന്നെ എങ്ങനെയാണ് പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ആ പേര് നമ്മൾ വായിക്കാന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലേ?
അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. താഴേക്ക് നോക്കിയാണല്ലോ അങ്ങനെ ചോദിക്കുകയും ചെയ്യും. ചില ആളുകൾ ആരെങ്കിലും ഇന്ന സാധനം അവിടെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ, അതൊന്നും മാറ്റണേ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും പറയാണ് അതിന് താഴത്തേക്ക് നോക്കിയല്ലേ നമസ്കരിക്കേണ്ടത്, പിന്നെന്തിനാ അതവിടെ നിന്ന് മാറ്റുന്നത് എന്ന് ചോദിക്കുന്നുണ്ടാവും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന ഖിറാമുൻ ലി ആയിഷ റളിയല്ലാഹു അൻഹ സതറതു ബിഹി ജാനിബ ബൈതിഹ. ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഒരു വിരിപ്പുണ്ടായിരുന്നു. സതറതു ബിഹി ജാനിബ ബൈതിഹ. ആ വിരിപ്പ് ഉപയോഗിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മറച്ചിരുന്നത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അമീതി അന്നി ഖിറാമകി ഹാദ. ഈ വിരിപ്പുണ്ടല്ലോ, ഇത് എൻ്റെ മുന്നിൽ നിന്ന് നീ മാറ്റണം. ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅരിളു ഫീ സ്വലാത്തി. കാരണം എൻ്റെ നമസ്കാരത്തിന് അതിലെ ചിത്രങ്ങൾ ഇങ്ങനെ അശ്രദ്ധമാക്കുന്നുണ്ട്, അതെൻ്റെ ശ്രദ്ധ കളയുന്നുണ്ട്, എൻ്റെ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആയിഷ റളിയല്ലാഹു അൻഹക്ക് ചോദിക്കാമായിരുന്നു, അല്ല പ്രവാചകരെ, സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കിയല്ലേ നമസ്കരിക്കേണ്ടത്, പിന്നെന്താ ഇപ്പോൾ ഫ്രണ്ടിലൊരു വിരിവിരിച്ചാൽ എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, അത് മാറ്റുകയാണ് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിച്ച് നമസ്കരിച്ചിരുന്ന ഒരു തുണി ഉണ്ടായിരുന്നു, അതിൽ ചില പുള്ളികളും വരകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞപ്പോൾ അത് മാറ്റാനും അതൊന്നുമില്ലാത്തൊരു വസ്ത്രം കൊണ്ടുവന്ന് വിരിക്കാനും സ്വഹാബിമാരോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ഒന്നും നമ്മൾ നമസ്കാരത്തിൽ മുന്നിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സാധനവും നമ്മുടെ പള്ളികളിലും അതേപോലെ തന്നെ നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലത്തും ഉണ്ടാവാൻ പാടില്ല. അത് ഏറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. നമ്മുടെ നമസ്കാരത്തിൻ്റെ റൂഹ് നഷ്ടപ്പെടുത്തി കളയുന്ന, ഖുശൂ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇനി നമ്മളെല്ലാം കൃത്യമായി നിന്നു, കൈകെട്ടി മുന്നിലേക്ക് നോക്കി, സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കി നിന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രാരംഭ പ്രാർത്ഥനയാണ്. പ്രാരംഭ പ്രാർത്ഥന നമസ്കാരത്തിലേത് സുന്നത്താണ്. നമ്മൾ ഖിയാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഫാത്തിഹയെക്കുറിച്ച് പോകുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ഇതിൽ റുക്കിനും സുന്നത്തും ഫർളും ഒക്കെ ഉണ്ട്. ഇത് വേർതിരിച്ച് നമ്മൾ പഠിക്കണം. പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്ന് പറയുന്നത് സുന്നത്തായ കാര്യമാണ്. പല പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പഠിച്ച പ്രാർത്ഥനയായിരിക്കില്ല ഒരുപക്ഷെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ പ്രാർത്ഥിക്കുന്നത്. പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് വജ്ജഹത്തു വജ്ഹിയ ലില്ലദി. അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ആശയം കൂടി മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ അതിനോടുള്ള ആത്മാർത്ഥതയും താല്പര്യവും നമുക്ക് കൂടും. വജ്ജഹത്തു, ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ, എൻ്റെ മുഖത്തെ, ലില്ലദി, ഒരുവനിലേക്ക്, ഫത്തറ സമാവാത്തി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, മുൻമാതൃകകളില്ലാതെ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന എനിക്കൊരു പ്രത്യേകത ഉണ്ട്, ഹനീഫൻ മുസ്ലിമൻ, ഋജുമാനസനാണ് ഞാൻ. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് നിൽക്കുന്നവനാണ് ഞാൻ. മുസ്ലിമൻ, മുസ്ലിമായിക്കൊണ്ടാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇന്ന സ്വലാത്തി, അതുകൊണ്ട് തന്നെ എൻ്റെ നമസ്കാരവും, വനുസുഖി, എൻ്റെ ബലികർമ്മവും, വ മമാത്തി, അതേപോലെ തന്നെ എൻ്റെ മരണവും എൻ്റെ ജീവിതവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ഈ പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മുടെ നമസ്കാരം തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച മറ്റൊരു പ്രാർത്ഥന ഉണ്ടാകും, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ, പ്രഭാത പ്രദോഷങ്ങളെ അകറ്റിയ റബ്ബേ, അതിനിടയിൽ ഇത്രമാത്രം അകറ്റിയ റബ്ബേ, എന്നെ എൻ്റെ തെറ്റുകളിൽ നിന്ന് അതുപോലെയുള്ള അകലം നീ എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിനോട് നടത്തുന്ന കരാറോടുകൂടിയാണ് ഒരു വിശ്വാസി അവൻ്റെ നമസ്കാരം ആരംഭിക്കുന്നത്. ഇതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിങ്ങനെ മനസ്സിൽ, ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ആശയം ഇങ്ങനെ വരണം. പടച്ചോനെ, ഞാൻ ഇതാണല്ലോ പറയണത് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ നമസ്കാരത്തിൻ്റെ ലെവല് തന്നെ മാറും, നമസ്കാരത്തിനോടുള്ള നമ്മുടെ താല്പര്യം തന്നെ മാറും. ഇതുപോലെ നമ്മൾ പഠിച്ചു വെച്ച പ്രാർത്ഥന ഏതാണോ അതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കാവുന്നതാണ്.
ഇനി ആരെങ്കിലും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ സമയം ലഭിക്കാതിരിക്കുകയോ ചെയ്തു എന്ന് വിചാരിച്ച് അവൻ്റെ നമസ്കാരത്തിൻ്റെ സിഹത്തിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ചൊല്ലേണ്ടുന്നത് നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൻ്റെ റുക്കിനാണ്. ഇതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ്. നഷ്ടപ്പെട്ടു പോയാൽ റക്അത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ഫാത്തിഹത്തൽ കിതാബ്, ഫാത്തിഹ ഓതാത്ത ഒരുത്തന് നമസ്കാരമില്ല എന്നാണ്. ഒരാൾ ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അയാൾക്ക് നമസ്കാരം ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, മൻ സ്വല്ല സ്വലാത്തൻ ലം യഖറഅ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ, ആരെങ്കിലും ഒരു നമസ്കാരം നിർവഹിച്ചു, ലം യഖറഅ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ, ഉമ്മുൽ ഖുർആൻ ഓതിയില്ല, ഖുർആനിൻ്റെ മാതാവ് അത് ഫാത്തിഹയാണ്. ആ ഫാത്തിഹ അവൻ നമസ്കാരത്തിൽ ഓതിയിട്ടില്ല എങ്കിൽ ഫഹിയ ഖിദാജുൻ, ആ നമസ്കാരം ന്യൂനത ഉള്ളതാണ്, അതിന് പോരായ്മയുള്ളതാണ്. ഫഹിയ ഖിദാജുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണയാണ് ഈ വാക്ക് ആവർത്തിച്ചത്. എന്നിട്ട് തുടർന്ന് നബി പറഞ്ഞു ഗൈറ തമാം, അവൻ്റെ നമസ്കാരം പൂർത്തിയായിട്ടില്ല, ആ റക്അത്ത് അവന് കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഫാത്തിഹ ഓതാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ റക്അത്ത് അവന് കിട്ടിയിട്ടില്ല, മാറ്റി നമസ്കരിക്കണം എന്നുള്ളതാണ്. ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാലും ഇമാമും മഅ്മൂമുമായി നമസ്കരിച്ചാലും ശരി, പിന്നിൽ നിൽക്കുന്ന മഅ്മൂമ് ഫാത്തിഹ ഓതണോ? നമുക്കുള്ളൊരു സംശയമാണ്. ഞാൻ ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് നമസ്കരിക്കുന്നത്, ഇമാമ് ഫാത്തിഹ ഓതുന്നുണ്ട്, മഅ്മൂമായ ഞാൻ ഫാത്തിഹ ഓതണോ? ഓതണം. പിന്നിൽ നിൽക്കുന്ന മഅ്മൂമായ ആളുകളും ഫാത്തിഹ ഓതണം. അവരും വളരെ നിശബ്ദമായി ഇമാം ഓതിയതിന് തൊട്ടു പിന്നാലെയായിക്കൊണ്ട് ഫാത്തിഹയിലെ ആയത്തുകൾ ഓതണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖസ്സംതു സ്വലാത ബൈനി വ ബൈന അബ്ദി, നമസ്കാരത്തെ എൻ്റെയും എൻ്റെ അടിമക്കും ഇടയിൽ ഞാൻ 2ആയി വിഭജിച്ചിരിക്കുന്നു. നിസ്ഫൈനി, 2 വിഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഫനിസ്ഫുഹാലി വനിസ്ഫുഹാലി അബ്ദി, അതിൽ ഒരു ഭാഗം എനിക്കും ഒരു ഭാഗം എൻ്റെ അടിമയുടേതുമാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അബ്ദിന് അടിമക്ക് എന്താണോ അവൻ ചോദിക്കുന്നത് അതവന് ലഭിക്കും. എന്നിട്ട് ആ ഹദീസിൽ ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ അടിമ ഇഹ്റാമിൽ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കൈകെട്ടി ഫാത്തിഹ ഓതി തുടങ്ങിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എൻ്റെ അടിമ പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർറഹ്മാനുർ റഹീം എന്ന് അടിമ പറയുന്ന സമയത്ത്, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് അടിമ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ മഹത്വത്തെ എൻ്റെ അടിമ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അടിമ ഓതുന്ന സമയത്ത്, നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ റബ്ബ് നമ്മളോട് മറുപടിയായി പറയുന്നത് വഹാദിഹി ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. ഇതാണ് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാർ. കാരണം എന്താ? നമ്മൾ പറഞ്ഞത് അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു എന്ന് ഒരു അടിമ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടിയായി പറയുന്നത് ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. എൻ്റെ അടിമ എന്താണോ ചോദിച്ചത് അത് അവന് ഞാൻ നൽകും എന്ന്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നെ നേരായ മാർഗത്തിൽ നയിക്കണമേ എന്ന്, മഅ്ലൂബുകളിൽ ഉൾപ്പെടുത്തരുതേ എന്ന്, വഴിപിഴച്ചവരിൽ പെടുത്തരുതേ എന്ന്. അതുകൊണ്ട് എൻ്റെ അടിമ എന്താണോ ചോദിച്ചത് ആ അടിമ ചോദിച്ചത് അവന് നൽകപ്പെടും എന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്ന ആളുകൾക്ക് മറുപടിയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. അതുകൊണ്ട് നമസ്കരിക്കുന്ന എല്ലാ ആളുകളും ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഫാത്തിഹ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ റക്അത്ത് അവന് ലഭിക്കുകയില്ല എന്ന കൃത്യമായ ബോധ്യം വേണം. എന്നാൽ നമുക്കിപ്പോഴും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് സംശയമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ റുക്കൂയിലേക്ക് പ്രവേശിച്ചാൽ, റുക്കൂ കിട്ടിക്കഴിഞ്ഞാൽ റക്അത്ത് കിട്ടും എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ, ഉണ്ട്. ഇസ്ലാമിക ലോകത്ത് റുക്കൂ കിട്ടിക്കഴിഞ്ഞാലും റക്അത്ത് കിട്ടും എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവർ അതിന് വെറുതെ പറഞ്ഞതല്ല, അവർ അതിന് തെളിവ് പറഞ്ഞിട്ടുള്ളത് അബൂബക്കറത്തു സഖഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഈ ഹദീസുകൾ നമ്മൾ കൃത്യമായി പഠിക്കണം. ഇത് നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അബൂബക്കറത്ത് സഖഫി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്ത് ഇങ്ങനെ ഇമാമത്തായി നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ നമസ്കരിക്കുന്ന സ്വഹാബിമാരും റുക്കൂയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ജമാഅത്ത് കിട്ടണം എന്ന അതിയായ ആഗ്രഹം, പ്രവാചകന്റെ ജമാഅത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ പ്രവേശിച്ച ആ സ്ഥലത്ത് അദ്ദേഹം റുക്കൂയിലേക്ക് പോയി. അദ്ദേഹം പള്ളിയുടെ വാതിൽക്കൽ റുക്കൂയിലേക്ക് നിൽക്കുകയും റുക്കൂയിലായിക്കൊണ്ട് നടന്ന് സൊഫിലേക്ക് വരികയും ചെയ്തു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. കാരണം റുക്കൂയിൽ നിന്നുകൊണ്ട് സൊഫിലേക്ക് വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരം തിരിച്ച് നമസ്കരിക്കാൻ പറഞ്ഞില്ല. നിന്റെ ആ റക്അത്ത് പോയിട്ടുണ്ട്, ഫാത്തിഹ കിട്ടിയിട്ടില്ല, നമസ്കാരം തിരിച്ച് നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. ഇത് എടുത്തു വെച്ചുകൊണ്ടാണ് ചില പണ്ഡിതന്മാരെങ്കിലും റുക്കൂ കിട്ടിക്കഴിഞ്ഞാൽ നമസ്കാരം കിട്ടും എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ റുക്കൂ കിട്ടിയാൽ നമസ്കാരം കിട്ടില്ല, റക്അത്ത് കിട്ടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായവും ഇത് തന്നെയാണ്. അവർ അതിനെ തെളിവായി സ്വീകരിച്ചിട്ടുള്ളതും ഇതേ ഹദീസ് തന്നെയാണ്. കാരണം ആ വന്ന സ്വഹാബി നമസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തിരിഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, സാദക്കല്ലാഹു ഹിർസൻ, നിനക്ക് നമസ്കാരത്തിനോടുള്ള താല്പര്യം അള്ളാഹു ഏറ്റിത്തരട്ടെ. കാരണം ആ താല്പര്യം കൊണ്ടാണല്ലോ അയാൾ അവിടെ നിന്ന് തന്നെ റുക്കൂയിൽ നിന്നിട്ട് സൊഫിലേക്ക് നടന്ന് പ്രവേശിച്ചത്. അതുകൊണ്ട് നമസ്കാരത്തിനോടുള്ള നിന്റെ താല്പര്യം അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. വലാ തഉദ്, ഇതിനി ആവർത്തിക്കരുത് കേട്ടോ, ഇത് വീണ്ടും ആവർത്തിക്കരുത് എന്നുകൂടി ഹദീസിൽ എന്തുണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്? അത് കൃത്യമായി നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. റുക്കൂ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം റുക്കൂയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി 2 റുക്കുനുകളാണ് നമുക്ക് നമസ്കാരത്തിൽ നഷ്ടപ്പെടുന്നത്. ഒന്ന് ഫാത്തിഹ എന്ന് പറയുന്നത്, രണ്ടാമത്തത് ഖിയാം എന്ന് പറയുന്നത്. ഖിയാം എന്ന് പറയുന്ന റുക്കുനും ഫാത്തിഹ എന്ന് പറയുന്ന 2 റുക്കുനുകൾ നമസ്കാരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ റുക്കൂയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് റുക്കൂയിലേക്ക് പോകുന്ന ആളുകൾക്ക്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇക്കാമത്ത് കേട്ടാൽ നിങ്ങൾ ധൃതി കൂട്ടരുത് എന്നും, ജമാഅത്ത് നമസ്കാരം നടക്കുകയാണ് എങ്കിലും സാവധാനത്തിൽ നടന്ന് ജമാഅത്തിലേക്ക് കൂടുകയും എന്താണോ കിട്ടിയത് അത് നമസ്കരിക്കുകയും നഷ്ടപ്പെട്ടു പോയത് പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൂടി ഈ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ, അഥവാ റുക്കൂ കിട്ടിയാലും ആ റക്അത്ത് കിട്ടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സൂക്ഷ്മതയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ റുക്കുനുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു റക്അത്ത് നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫാത്തിഹ ഓതി അഥവാ റുക്കൂയിലേക്ക് ചെന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് ആ റക്അത്ത് കിട്ടില്ല എന്ന് തന്നെ നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടുന്നതാണ്. ഇനി ഫാത്തിഹ ഓതുന്നതിന് മുൻപ് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണം. ഈ ആയത്ത് നിങ്ങൾ ഖുർആനിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫാത്തിഹയിൽ എവിടെയെങ്കിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നോക്കിയാൽ കാണില്ല. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിലെ 98-ാമത്തെ വചനം അള്ളാഹുവിൻ്റെ കൽപ്പനയാണിത്. ഫഇദാ ഖറഅതൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ് എങ്കിൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിങ്ങൾ എന്ത് ചെയ്യണം? ശൈത്വാനിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടണം. അതുകൊണ്ടാണ് ആ ശരണത്തേട്ടത്തിൻ്റെ കൗലുകളാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന് പറയുന്നത്. തുടർന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ബിസ്മി ഉറക്കെ ഓതണോ പതുക്കെ ഓതണോ എന്നുള്ളൊരു സംശയം നമുക്കിടയിൽ അങ്ങനെ നിൽക്കും. ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സുബഹി നമസ്കാരത്തിൽ, മഗ്രിബ് നമസ്കാരത്തിലെ ആദ്യ 2 റക്അത്തുകൾ, ഇശാ നമസ്കാരത്തിലെ ആദ്യ 2 റക്അത്തുകൾ, ജുമാ നമസ്കാരത്തിലെ 2 റക്അത്തുകൾ, പിന്നെ ഈദ് നമസ്കാരം, 2 പെരുന്നാൾ നമസ്കാരങ്ങൾ, ഗ്രഹണ നമസ്കാരം, ഇതൊക്കെയാണ് നമ്മൾ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്. പിന്നെ വിത്ർ നമസ്കാരങ്ങളിൽ, തറാവീഹ് നമസ്കാരങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ ഓതിയതും ചില സമയങ്ങളിൽ പതുക്കെ ഓതിയതിനും നമുക്ക് തെളിവുകൾ ഹദീസിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ ഉച്ചത്തിൽ ഓതുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഉറക്കെ ഓതണോ? ഒരു സംശയമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മദാഹിബുൽ അർബഈൽ 4 പ്രസിദ്ധ മദ്ഹബുകളിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം ബിസ്മി ഉറക്കെ ഓതണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ പരിസരങ്ങളിലുള്ള ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന പള്ളികളിൽ ബിസ്മി ഉറക്കെ ഓതുന്നത്. അതിന് ഷാഫി മദ്ഹബിൽ പറയുന്നത് ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മിയും ഉറക്കെ ഓതണം എന്നാണ്. എന്നാൽ ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം എന്താണെന്നറിയോ? ഫാത്തിഹ ഓതുന്ന സമയത്ത് ബിസ്മിയെ ഓതേണ്ടതില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുദവ്വനത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിഹ ഓതുന്ന സമയത്ത് ബിസ്മിയെ ഓതേണ്ടതില്ല എന്ന്. എന്നാൽ നമ്മൾ ബിസ്മി ഉറക്കെ ഓതാറില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സ്വല്ലൈതു ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ വകാനു ലാ യജ്ഹറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്നിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. വ അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും വ ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. വകാനു ലാ യജ്ഹറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവരാരും തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കെ ഓതിയിരുന്നില്ല എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് വ്യക്തമായി ഈ ഹദീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബിസ്മി ഉറക്കെ ഓതാത്തത്. എന്തേ ഓതാത്തത് എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് ഓതുന്നുണ്ടല്ലോ, അതിനെതിര് എന്നുള്ളതല്ല, അവരോതുന്നത് കൊണ്ട് ഞങ്ങൾ ഓതുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഞാൻ ഓതാത്തത്, ഞാൻ ബോധ്യപ്പെടണമല്ലോ എന്ത് ഞാൻ ഓതാത്തത്. ഈ ഹദീസ് ഉള്ളത് കൊണ്ടാണ്, ഈ ഹദീസ് കൃത്യമായി പറഞ്ഞതുകൊണ്ട് നമ്മൾ നമസ്കാരത്തിൽ ബിസ്മി ഓതാറില്ല. ബിസ്മി ഓതാറില്ല എന്നല്ല, ഉറക്കെ ഓതാറില്ല. ബിസ്മി ഓതാറുണ്ട്, പക്ഷേ നിശബ്ദമായിട്ടാണ് നമ്മൾ ബിസ്മി ഓതാറുള്ളത്, ഓതുകയും വേണ്ടത്. ഇനി ഫാത്തിഹ കഴിഞ്ഞു, ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആമീൻ പറയണം, സുന്നത്താണ്. ഫാത്തിഹ ഓതുന്നതിനെ കുറിച്ച് പറഞ്ഞത് റുക്കിനാണ് എന്നാണ്, നിങ്ങൾ ആ ടേംസ് മറന്നു പോകരുത് കേട്ടോ. ആമീൻ പറയുക എന്ന് പറയുന്നത് സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. നിങ്ങൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയണം. കാരണം ആമീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലാഹുമ്മ സ്തജിബ് ദഅവതി, അല്ലാഹുവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ എന്നാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ആമീൻ എന്നുള്ളത് പറയണം എന്ന് തന്നെയാണ്. മാത്രമല്ല ഇതിന് വലിയ ഒരു മഹത്വവും പുണ്യവും ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയണം. ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതി വലദ്ദാല്ലീൻ എന്ന് ഇമാം ഓതിക്കഴിഞ്ഞാൽ ഇമാം ആമീൻ പറയുന്ന സമയത്ത് നിങ്ങളും ആമീൻ പറയണം.
ഫഇന്നമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക, ആരുടെയെങ്കിലും ആമീനും മലക്കുകളുടെ ആമീനും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. നമ്മളോടൊപ്പം സൊഫുകളിൽ മലക്കുകൾ ഈ ഫാത്തിഹ കേട്ടതിന് ശേഷം ആമീൻ പറയുന്നുണ്ട്. ആ ആമീൻ പറയുന്ന സമയത്ത് നമ്മുടെയും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെയും ആമീൻ ഒരേപോലെ വരികയാണ് എങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം നമുക്ക് അള്ളാഹു പുറത്തു തരും എന്നാണ്. ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇമാം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബാക്കിൽ നിന്ന് ആമീൻ ഒന്നും തുടങ്ങാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, വലദ്ദാല്ലീൻ എന്ന് പറയുന്ന ആ ആയത്ത് ഓതി ഇങ്ങനെ വരുമ്പോൾ അതിലെ വലദ്ദാ എന്ന് പറയുന്നതും ലീൻ എന്ന് പറയുന്നതും 6 ഹർക്കത്ത് വരെ നീട്ടേണ്ടുന്നതാണ്. തജ്വീദിൻ്റെ നിയമപ്രകാരം 6 ഹർക്കത്ത് നീട്ടി വേണം ഈ 2 ഭാഗവും ഓതാൻ. അത്രയും ഓതി വരുമ്പോൾ ഇമാമിന് കുറച്ച് സമയമെടുക്കും ശ്വാസം എടുക്കാൻ വേണ്ടി. ആ സമയം ഗ്യാപ്പ് എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഇമാമ് ആമീൻ പറയുന്നതിനോടൊപ്പം നമ്മളും ആമീൻ പറയണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പാരായണം ചെയ്യണം, നമുക്ക് മനഃപ്പാഠമുള്ളത്, നമുക്ക് അറിയുന്നത്. ഇൻഷാ അല്ലാഹ് അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ബാക്കി അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിശദീകരിക്കാമെന്നാണ് വിശദയിൽ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഴ അതിശക്തമായി നമ്മുടെ നാടുകളിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ പരീക്ഷണമായും അള്ളാഹുവിൻ്റെ ശിക്ഷയായുമൊക്കെ മഴയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മഴ കൊണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. സമയം ഒരുപാടില്ലാത്തത് കൊണ്ട് ഒരൊറ്റ ആയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയേണ്ടത് എന്നാലോചിച്ച് വിശുദ്ധ ഖുർആനിൽ പരതുന്ന സമയത്ത് കണ്ണിൽപ്പെട്ട ഒരായത്ത്, വല്ലാത്തൊരു അത്ഭുതം, ഇത് പാരായണം ചെയ്ത സമയത്ത് തോന്നിയൊരായത്താണ്. കാരണം സന്ദർഭവുമായി ചേർത്ത് വെക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 126-ാമത്തെ വചനം, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ. അവലാ യറൗന, അവർ കാണുന്നില്ലേ, അവരാലോചിക്കുന്നില്ലേ, അവരല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ, എല്ലാ വർഷവും 1 or 2 തവണ അവരിങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് അവർ കാണുന്നില്ലേ. സുമ്മലാ യതൂബൂൻ, പിന്നെയും എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാത്തത്. വലാഹും യദ്ദക്കറൂൻ, എന്തുകൊണ്ടാണ് അവർ ഉറ്റാലോചിക്കാത്തത്. പ്രളയം കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു പതിവ് പോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചവൻ്റെ ചോദ്യം നോക്ക് നിങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ഖേദിച്ചു മടങ്ങാത്തത് എന്ന് ചോദിച്ചാൽ, ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടാലാണല്ലോ ഖേദിച്ചു മടങ്ങുക. പ്രകൃതിയോട് എൻ്റെ സമീപനം ഇതാകരുത് എന്നും, കാരണം എന്താ സംഭവിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയണില്ല. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ സഹോദരന്മാർക്ക് കിഴക്കൻ മേഖലകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റേതെന്ന് പറയാൻ ഭൂമിയിൽ ഒന്നുമില്ലാത്ത വിധം എല്ലാം വെള്ളമെടുത്തു പോകുന്ന അവസ്ഥ. വെള്ളം ഒഴുകേണ്ടിടത്ത് അത് നിരത്തി അവിടെ ഭവനം നിർമ്മിച്ചാലുണ്ടാകുന്ന ഒരു ഭാഗം മാത്രമാണ് സൂചിപ്പിച്ചത്. ഇങ്ങനെ പ്രകൃതിയോട് നമുക്കുണ്ടാകേണ്ടുന്ന സമീപനത്തിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണം പരീക്ഷണമായി റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് എന്താണ് ഇനിയും ഇവർ ആലോചിക്കാത്തത്, ചിന്തിക്കാത്തത് എന്നാണ്. ഈ ആയത്ത് മാത്രമാണ് ചിന്തകൾക്ക് വേണ്ടി മുന്നിൽ വെക്കുന്നത്. ഒപ്പം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, വീടുകളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ക്യാമ്പുകളിൽ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, വിവിധ ജാതി മതങ്ങളിലുള്ള ആളുകൾ, അവരുടെ എല്ലാം പ്രയാസങ്ങളിൽ ഒരു താങ്ങായി തണലയായി
നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടി ഉള്ളുരുകിയ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. തുടർച്ചയായുള്ള ഈ പരീക്ഷണങ്ങളിൽ അവരിൽ നിന്ന് അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, മഴയെ ശപിക്കാൻ നമുക്ക് കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ഹവലൈന വലാ അലൈന, അള്ളാഹുവേ ഇത് ഞങ്ങൾക്ക് ഗുണപരമല്ല എങ്കിൽ ഇത് ഗുണപരമായതാർക്കോ അവരിലേക്ക് നീ ഈ മഴയെ മാറ്റിക്കൊടുക്കണേ എന്ന പ്രാർത്ഥന വിശ്വാസികൾ നടത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب